അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്പിരിച്വൽ ഗ്രോത്ത് ചലഞ്ചസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് നിങ്ങളോടാണ് എന്നതിലപ്പുറം ഇത് എന്നോട് തന്നെയുള്ള ചലഞ്ചസ് ആണ്. ഞാനാണിത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. കൂട്ടത്തിൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ആദ്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് തന്നെയാണ്. കാരണം ഖുർആൻ ചോദിക്കുന്നുണ്ട്, ലിമ തഖൂലൂന മാ ലാ തഫ്അലു, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത്. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകാവകാശികളായ ഈ സമുദായത്തിലെ പ്രസംഗികരെ കുറിച്ചും പറയുന്നുണ്ട്. അവർ അവരുടെ ചുണ്ടുകളെ തീയിൻ്റെ കത്രികകൾ കൊണ്ട് കഷ്ണിക്കുന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അത് വിശദീകരിക്കുന്നുണ്ട് പ്രവാചകന്റെ ചോദ്യത്തിന്. അത് ഈ സമുദായത്തിലെ പ്രഭാഷകരാണ്, പ്രസംഗികരാണ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. പക്ഷെ അവർ അവരുടെ സ്വന്തം ശരീരത്തെ മറക്കുകയും മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുക, സ്വന്തം ചെയ്യാതിരിക്കുക, ഇത് വലിയ പാതകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് തന്നെയാണ് ഞാൻ ഉപദേശിക്കുന്നത്. അത് കൂടെ കൂടുന്നവർക്ക് അതിൽ പങ്കെടുക്കാമെന്ന് മാത്രം. ഇതിൻ്റെ ആദ്യ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തുടർന്ന് പോവുക. അതോടൊപ്പം 2-3 കാര്യങ്ങൾ ആഡ് ചെയ്യാൻ മാത്രമാണുള്ളത്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവാണ്. ആദ്യം പറഞ്ഞ 5 കാര്യങ്ങളോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മോടൊപ്പം ചേർത്ത് വെക്കേണ്ടുന്ന ഒരു 3 കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടായ ഈ വീഡിയോ ഉള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കണ്ണ്, കാത്, നാവ്, ഈ അവയവങ്ങളെ, ഹൃദയവും അതിൽ പെടും, ഈ അവയവങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ തഖ്വ എന്ന് പറയുക. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഹദീസിൽ കാണാൻ തഖ്വ എന്ന്, തഖ്വ ഹാഹുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തോട് ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ട് ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വേഷങ്ങളോ നമ്മുടെ നാട്യങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അത് മനസ്സെന്നുണ്ടാവേണ്ടതാണ്. അപ്പോൾ തഖ്വ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ കഴിയും, നാവിനെ സൂക്ഷിക്കാൻ കഴിയും, ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയും, കാതുകളെ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ടത് ഈ സമയത്ത് പറയാനുള്ളത് കണ്ണുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പുറത്തിറങ്ങിയാലും മൊബൈലിലാണെങ്കിലും മറ്റൊക്കെ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ ഹൃദയം അതിലേക്ക് ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തി നേടാനുള്ള ഒരു മനഃപൂർവ്വ ശ്രമം, ഒരു ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നതാണ് ഇതിൽ ആദ്യത്തെ കാര്യം. ഈ കണ്ണുകൊണ്ടാണ് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ളത്. ഇതുകൊണ്ടാണ് സ്വർഗീയ ആരാമത്തിൽ അള്ളാഹുവിനെ കാണാനുള്ളത്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണുമെന്നാണല്ലോ സ്വർഗത്തിൽ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ കാണുന്ന ഒരു ദിവസമുണ്ട് പരലോകത്ത്, സ്വർഗത്തിൽ. അപ്പോൾ ആ കണ്ണുകൾ പരമാവധി നമ്മൾ സംശുദ്ധമാക്കി കൊണ്ട് നടക്കുക എന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അപ്പോൾ വേണ്ടാത്ത കാഴ്ചകൾ, അത് അന്യ സ്ത്രീകളാവാം, മറ്റുള്ളതാവാം, എന്താണെങ്കിലും അതിൽ നിന്ന് മുക്തി നേടാൻ ഞാനും നിങ്ങളും ബോധപൂർവമായൊരു ശ്രമത്തിലൂടെയായിരിക്കണം നമ്മുടെ ഈ സ്പിരിച്വൽ ഗ്രോത്ത് ചലഞ്ചസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഏറ്റവും ആദ്യത്തെ കാര്യം. കണ്ണുകളെ പോലെ തന്നെ നമ്മുടെ കാതുകളെയും സൂക്ഷിക്കണം. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളോ മറ്റോ ഒക്കെ പറയുന്നതിൽ നിന്ന് നാം അകന്നു നിൽക്കുക, കേൾക്കുന്നതിൽ നിന്ന് അകന്നു നിൽക്കുക, അതേപോലെ തന്നെ പറയുന്നതിൽ നിന്നും അകന്നു നിൽക്കുക. ഇതൊക്കെ തന്നെയാണ് റമളാനിലും നാം ചെയ്യാനുള്ളത്. സൗം എന്ന് പറഞ്ഞാൽ ഇതാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ ഇതാണ്. തഖ്വയാണ് എല്ലാ വിജയങ്ങളുടെയും
ഐഹികവും പാരത്രികവുമായ വിജയത്തിൻ്റെ നിദാനം, അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തഖ്വയാണ്. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വത്തിബാഉ അഹ്വാ റഅസു ശദ്ദി ഹബായില. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് എത്ര കാലമായിട്ടും പ്രയാസം മാറുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ തഖ്വ പരീക്ഷിച്ച് തുടങ്ങുക. തഖ്വ എന്ന് പറഞ്ഞാൽ കുറേ ഇബാദത്ത് ചെയ്യാൻ, ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇബാദത്ത് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ കഴിഞ്ഞ തവണ പറഞ്ഞ 100 ഇസ്തിഗ്ഫാറിൻ്റെ കൂടെ 1000 ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ചെല്ലാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നതായിരിക്കും കൂടുതൽ പ്രയാസം ഉണ്ടാവും. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമം ഉണ്ടായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇത് ശഅബാനാണ്, വരാനിരിക്കുന്ന മാസം. റജബ് അവസാനത്തിലെത്തിയിരിക്കുന്നു. ഈ ശഅബാനിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്ന ആയത്തിറങ്ങുന്നത്. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പോൾ ശഅബാനിൽ നാം നമ്മുടെ കഴിഞ്ഞ തവണ 100 സ്വലാത്ത് എന്ന് പറഞ്ഞതിനപ്പുറം ഒരു 300 സ്വലാത്തുകൾ, ഒരു 200 സ്വലാത്തുകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ സ്വലാത്ത് 300 എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് വർദ്ധിപ്പിക്കുക എന്നതാണ് രണ്ടാമത് ഇതിലുള്ള കാര്യം. സ്വലാത്തിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്കറിയാവുന്നതാണ്, ഞാനതിലേക്ക് ഈ സമയത്ത് കടക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം നിസ്കാരാണ്. മിഅ്റാജ് റജബിലെ നമുക്ക് ലഭിച്ച സമ്മാനമാണല്ലോ നിസ്കാരം. ഈ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ നിയ്യത്തിൽ ഏതായാലും നമ്മുടെ ഖൽബ് വേണം. കാരണം ഖൽബിയായ ഒരു ഫർളാണല്ലോ നിയ്യത്ത് എന്ന് പറയുന്നത്. നാവ് കൊണ്ട് പറയൽ നിർബന്ധമല്ല, പക്ഷെ സുന്നത്താണ്. പക്ഷെ ഖൽബ് അവിടെ ഉണ്ടായിരിക്കണം, ഹുളൂറുൽ ഖൽബ്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലുന്ന ദിക്റുകളിൽ ഒന്നാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. ആ സമയത്ത് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹുവേ നീ മഹാനാണ്, അല്ലാഹു മഹാനാണ്, അല്ലാഹു വലിയവനാണ് എന്നൊക്കെയാണ്. ഇതൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്ന് പറയുമ്പോൾ ഇതിന് മറ്റൊരർത്ഥമുണ്ട്. അല്ലാഹുവേ ഞാൻ വളരെ നിസ്സാരനാണ് എൻ്റെ മുന്നിൽ എന്ന് പറയുന്ന ഒരു അർത്ഥം അതിനുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് വാങ്കലും ഇഖാമത്തിലൊക്കെ അല്ലാഹു അക്ബർ എന്ന് ധാരാളം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ ഞാൻ വളരെ നിസ്സാരനാണ് എന്ന് മാത്രം ആ സമയത്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിൽ കൊണ്ടുവരും. ഒന്നാമത്തത് ഇത് തക്ബീറത്തുൽ ഇഹ്റാമിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് റുക്കോയിലേക്ക് പോകുമ്പോഴും നാം അത് പറയുന്നുണ്ട്. അപ്പോഴും നാം അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. സുജൂദിലേക്ക് പോകുന്ന സമയത്തും സുജൂദിൽ നിന്ന് ഇരിക്കുന്ന സമയത്തും വീണ്ടും സുജൂദിലേക്ക്, നിസ്കാരത്തിൻ്റെ എല്ലാ ഇന്തിഖാലാത്തിൻ്റെ തക്ബീർ എന്നാണല്ലോ പറയാം. അപ്പോൾ ആ തക്ബീറുകളിലൊക്കെ അല്ലാഹുവേ നീ വലിയവനാണ്, ഞാൻ നിസ്സാരനാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നിസ്കാരത്തിൽ. അത് ഇടയ്ക്കിടെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹുളൂറുൽ ഖൽബ്, ഒരു മനസാന്നിധ്യം നിസ്കാരത്തിൽ ഉടനീളം കൊണ്ടുവരാൻ ഈ ഒരു ദിക്ർ മാത്രം ആ സമയത്ത് ചിന്തിച്ചാൽ മതി. പിന്നെ ഫാത്തിഹയിലും, ഫാത്തിഹയുടെ അർത്ഥം മുഴുവനും പറയുന്നില്ല, ഫാത്തിഹ ഓതുന്ന സമയത്തും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അവിടെയും ഹൃദയത്തിലേക്ക് അല്ലാഹുവേ, ഇതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ഒരു സമയത്തും നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ അർത്ഥം ഹുദൂറുൽ ഖൽബ്, മനസാന്നിധ്യത്തോടു കൂടി ഇത് പറയാന്നുള്ളതാണ്. പിന്നെ അവസാനത്തിൽ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, അള്ളാഹുവിന് തഹിയ്യത്തുകൾ അർപ്പിക്കുകയാണ്. ആ സമയത്തും അള്ളാഹുവിന് അതിൻ്റെ ഒരു മാന കൂടെ, അർത്ഥം കൂടെ നമ്മുടെ ഹുദൂറുൽ ഖൽബിലേക്ക് ഹാജറാക്കുക. അതോടൊപ്പം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയായിട്ടുള്ളവരെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ എന്ന് പറയുന്ന, നബിയോട് സലാം പറയുന്ന ഭാഗത്തും ഈ ഒരു 3 സ്ഥലങ്ങളിലെങ്കിലും നാം നിസ്കാരത്തിൽ ഹുളൂറുൽ ഖൽബ് കൊണ്ടുവരാം. മറ്റുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലെ ദിക്റുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കണ്ണ്, കാത്,
കൽബ്, നാവ് ഇതിനെ വേണ്ടാത്തരങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കാനുള്ള, മുക്തി നേടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുക. രണ്ടാമത്തത് സ്വലാത്ത് 300 തവണയാക്കുക. 100 തവണ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 300 തവണയാക്കുക. മൂന്നാമത്തെ കാര്യം, ഈ 3 സ്ഥലത്തെങ്കിലും ഒന്ന് തക്ബീറുകൾ ചൊല്ലുന്ന സമയത്ത്, അതേപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഫാത്തിഹയിൽ ഏറ്റവും മർമ്മപ്രധാനമായ ആ ഭാഗത്ത്, അതേപോലെ അവസാന അത്തഹിയാത്ത് അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്തിലുള്ള നബിയോട് അള്ളാഹുവിന് തഹിയ്യത്തുകൾ അർപ്പിക്കുന്ന സമയത്തും, അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്ന സമയത്തും ഹുദൂറുൽ ഖൽബ് ഉണ്ടാവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാക്കുക. സ്പിരിച്വൽ ചലഞ്ചസിൻ്റെ 3ാമത്തെ വീഡിയോ ഇൻഷാ അല്ലാഹ് അടുത്ത തവണ നമുക്ക് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട്, കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.